പിന്നെ എന്താ പറയാ, ഇത് ഇന്നലെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂളേനിട്ടാ. അപ്പോൾ ഒന്ന് വലിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നന്നാക്കാൻ ഇത്തിരി പാടുണ്ട്. ഞാൻ ഇന്നലെ ഭയങ്കര ചുമ ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. രാവിലെ നീച്ചിട്ട് അപ്പം ഞാൻ അമ്മ കുളിക്കാൻ കയറീന്, മക്കളൊക്കെ അങ്ങോട്ട് പോയിക്കിന്, അച്ഛൻ്റെ വീട്ടിലേക്ക് പോയതാണ്. ആരുമില്ല, ചേച്ചിയും മക്കളും ഉണ്ട് കേട്ടാ. അപ്പം അമ്മനോട് പറഞ്ഞു ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇന്ന് പൂളക്കിഴങ്ങ് നന്നാക്കി എത്തിയായിരുന്നു. അപ്പം ഞാൻ അത് നന്നാക്കട്ടെ വിചാരിച്ചു. കണ്ടാ ചേമ്പുണ്ട്. അപ്പം ഇത് നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിലൊന്ന് പോവാൻ വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കണം ചിലപ്പോട്ടാ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് വലിഞ്ഞ അങ്ങനെ നന്നാക്കാൻ ഇത്തിരി പ്രയാസം അല്ലേ. കണ്ട മറ്റേ ഇങ്ങനെ പച്ചയാകുമ്പോൾ ഇങ്ങനെ എടുത്ത് തോല് പോരൂലേ, നല്ല രസമാണ്. എൻ്റെ മുടി കാണുമ്പോൾ പാറിയിട്ടൊക്കെ ഉണ്ടല്ലേ. ഞാൻ ഇന്നലെ ഷാമ്പു ഇട്ടിട്ടാ, അതാണ് മുടി ഇങ്ങനെ പാറിയത്. ഇന്നലെ രാത്രി നല്ല ചുമച്ച ഗംഭീര ചുമ. ഒരു രാത്രി ഒരു 3 മണിയായപ്പോൾ ഞാൻ നീറ്റ് ചുമച്ചിട്ട് എനിക്ക് ശ്വാസം കിട്ടില്ല. എന്നിട്ട് പിന്നെ ഞാൻ ഇൻഹേലറൊക്കെ വലിച്ച് ചൂടുവെള്ളം കുടിച്ച് ചുമര മരുന്നും ഒക്കെ കുടിച്ചിട്ടൊക്കെ കിടന്നത്. അത് കാരണം നീറ്റപ്പോൾ സത്യം പറഞ്ഞ 7 മണി കഴിഞ്ഞിട്ടാ. പിന്നെ ആർക്കൊന്നും സ്കൂളിൽ പോകാനൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ മക്കളൊക്കെ അവിടെ അങ്ങോട്ട് പോയിക്കുന്നു. അപ്പൊ പിന്നെ ആർക്കും സ്കൂളിൽ പോകാനൊന്നും ഇല്ലല്ലോ. പിന്നെ കണ്ടത് ഇത് ഇങ്ങനെ ഇവിടെ ഉണ്ടാവണ വീടുകളിൽ ഉണ്ടാവണ പൂളല്ലേ, അതാണ്. കണ്ടാ കണ്ണ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എന്താണ്ട് നന്നാക്കി കൊടുത്താല് ഇന്ന് കടിയൊന്നും അരിയൊന്നും വെള്ളത്തിലിട്ടേന്ന് വെച്ചാൽ മക്കളും ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ മടിയായി. നമുക്ക് വൈകുന്നേരം തിന്നും ചെയ്യാം. ഞങ്ങൾ ചോറ് വെച്ചിട്ട് പോവാ വിചാരിച്ചു. എന്നാ പിന്നെ വൈകുന്നേരം വന്നിട്ടൊന്ന് വെക്കേണ്ടല്ലോ. പൂളക്കിഴങ്ങൊക്കെ നന്നാക്കിയതിന് ശേഷം കുറച്ച് താളുണ്ടായിരുന്നു കേട്ടോ. താള് എന്ന് പറഞ്ഞാൽ ചേമ്പിൻ്റെ തണ്ടില്ലേ, ചേമ്പിൻ്റെ തണ്ടും ഓമക്കായ ഒരു കഷ്ണവും ചേമ്പും പൂളക്കിഴങ്ങും കൂടിയാണ് ഇട്ടത്. അപ്പോൾ ഇത് നമ്മൾ താളും പൂളയും കൂടി വെക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് എനിക്ക് പേടിയാണ് കേട്ടോ കയ്യിട്ട് ഇങ്ങനെ കഴുകിയിട്ട് കോരിയിടാൻ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കയ്യിലെടുത്തിട്ടാണ് കോരിയിടട്ടെ. അപ്പം ഞാൻ കോരിയിടുന്ന കണ്ടിട്ട് ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുക കേട്ടോ. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് പുട്ടും ഉണ്ടാക്കി ഞങ്ങൾ. അപ്പോൾ അത് എളുപ്പമല്ലേ പപ്പടം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചേച്ചി വന്നിട്ട് ഓള് പറഞ്ഞ് ഞാൻ കൈ തരാനിട്ട് ഓള് കണ്ട കൈയായിട്ട് ഷൂച്ചിട്ടുണ്ട് എടുത്തിട്ട്. എനിക്ക് അത്രയ്ക്ക് ധൈര്യം പോരട്ടെ, ചൊറിയെന്നുള്ളൊരു പേടിയാണ്. അങ്ങനെ ഞാനത് എടുത്തിട്ടില്ല, ഓളത് എടുത്തിട്ട്. എന്നിട്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് വേവിച്ചിട്ടാണ് ഒരു 2 വിസിലടിച്ചു. അപ്പോൾ വേവാത്ത പോലെയായിരുന്നു. പിന്നെ ഞാനൊന്നാണ്ട് ഉടക്കുകയും ചെയ്ത് എന്നിട്ട് പിന്നെ ഒന്നും കൂടി കണ്ട് കത്തിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ അത് പാകമായി. ഞാൻ അധികം വെള്ളം ആവേണ്ട വെച്ചിട്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, സാധനം വെന്തിരുന്നു. പിന്നെ ഒന്നുകൂടി കത്തിച്ചിട്ടത് അതൊന്നും ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. എന്നിട്ട് നല്ല കത്തിച്ച് വേവിച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് പിന്നെ തേങ്ങ, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ചെറിയുള്ളി, ജീരകം ഇതൊക്കെ കൂടി ഒന്ന് ചതച്ചിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ്. നല്ല അടിപൊളി പടുകൂട്ടാനാണ് ഇട്ടത്. 10 മണി കഞ്ഞിക്കും അതുപോലെ ചോറിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ട്രൈ ആക്കണം കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് കൂട്ടിയിട്ട് 10 മണി കഞ്ഞി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പിന്നെ അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിൽ പോയത് കേട്ടോ. അപ്പോൾ അവിടേക്കൊന്ന് വിസിറ്റിങ്ങിന് പോകാനും വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇന്നതൊക്കെ ഒന്ന് നടന്ന് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണിത്. പണ്ടൊക്കെ ഇതായിരുന്നു എല്ലാവരുടെയും വീട്ടിലും നല്ല സുലഭമായി കിട്ടിയിരുന്ന പ്രകൃതിദത്തമായിട്ടുള്ള സംഭവങ്ങളല്ലായിരുന്നു ഇതൊക്കെ. ഇപ്പോൾ ഇതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ എന്താ പറയുക ആളുകൾക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പരിചയമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുന്നേ മുതൽ നമ്മളിത് കഴിച്ചിരുന്നതുകൊണ്ട് ഉപ്പ് കുറച്ച് കുറവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചേച്ചി കുറച്ച് ഉപ്പിട്ടതാണ് കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പില്ല. അപ്പോൾ അധികം ഉപ്പ് ഇട്ടിരുന്നില്ല, അധികം വെന്തതിൻ്റെ ശേഷം. കാരണം താളൊക്കെ വെന്ത് കഴിഞ്ഞാലാണ്ട് ചുരുങ്ങുകയാണല്ലോ ചെയ്യുക. അപ്പോൾ വെന്തതിൻ്റെ ശേഷം പാകാക്കിയിട്ടിടാറ്. പിന്നെ എനിക്ക് നമ്മൾ ഈ തേങ്ങ അരച്ചത് ചേർത്തിട്ട നന്നായിട്ട് അരയണ്ട, ഒരുവിധം അരഞ്ഞാൽ മതി. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങോട്ട് തിളച്ചാൽ സംഭവം ഇറക്കട്ടോ. സാധനം റെഡിയായി. ഇതൊക്കെ ഓളനെയാണ് കേട്ടോ റെഡിയാക്കിയത്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. അങ്ങനെ ഉണ്ടാക്കലുണ്ടെങ്കിൽ നമ്മളവിടെ എങ്ങനെയാണ് താളും പൂളയും കൂടി വെക്കൽ.
ചിലപ്പോൾ ഓമക്കായൊന്നും ഇല്ലെങ്കിൽ അതിടലില്ല. എന്നാലും പൂളക്കിഴങ്ങും താളും കൂടി ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം. താളും പൂളയും കൂടി. നമ്മളിവിടെ പൂളാന്നാണ് കേട്ടോ പറയുക. കപ്പയ്ക്കാണ് പൂളാന്ന് പറയുക. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. നമ്മളെ മലപ്പുറത്തൊന്നും പൂളാന്ന് പറഞ്ഞൊന്നും വൃത്തിയിട്ട് വേടല്ല. ചില ഭാഗത്തൊക്കെ അത് എന്തോ അനാവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്തോ ശീലിച്ച് പോയില്ലേ. അപ്പോൾ നമുക്ക് ഇനി അങ്ങനെ തന്നെ പറയാം കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെന്താ, അപ്പം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. ഒരുപാട് വെള്ളം ഏറരുത്. ഒരു കുഴമ്പിയ രൂപത്തിലാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത് കേട്ടോ. നല്ല ഉപ്പൊക്കെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് എല്ലാം പാകമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കുക്കറിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ പയറൊക്കെ വെക്കുമ്പോൾ ഒക്കെ ഒന്ന് കറ പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ താളും പൂളൊക്കെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് വെറുതെ തിന്നാൻ നല്ല ഇഷ്ടമാട്ടോ. അപ്പം ഞാൻ എടുത്തിട്ട് വെറുതെ തിന്നാൻ വിചാരിച്ച്. വേണ്ടാ അങ്ങനെ കണ്ടു സ്പൂണൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ അത് കഴിക്കാൻ വിചാരിച്ച്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടാ. ഇവിടെ വീഡിയോ എടുക്കാണ്ട് ഓൾക്ക് പരാതി, മാം എൻ്റെ ഡ്രസ്സ് ഇപ്പം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ വീഡിയോ എടുക്കണം, ഞാൻ വരുന്ന വരെ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോ, വെറുതെ ഓക്കാനിക്കണം. ഓളത് കണ്ടിട്ട് ഓക്കാനിക്കണം കേട്ടോ. അപ്പൊ ഇനി നാളെ പുതിയൊരു വീഡിയോയുമായി കാണാം. പിന്നെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലെത്തിയതിന് ശേഷം ഇട്ടതുള്ളത് ഇതെന്താ വെച്ചാൽ, ഞാൻ മുന്നൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നതിലെ തോടുകറി, അത് വരട്ടിയതാണ് കേട്ടോ. വരട്ടിയ രീതിയിലുള്ള തോടുകറിയാണ് കേട്ടോ. ഇത് ഈ കക്കയിറച്ചില്ലേ, ഇരുന്ന് ആ സംഭവം അത് നല്ല വേവിച്ചിട്ട് അതിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി മസാല എല്ലാം ഇട്ടിട്ട് വറ്റിച്ചിട്ട് അത് വെന്തതിന് ശേഷം നല്ല വറ്റി തുടങ്ങിയാൽ അരി പുറത്ത് പൊടിച്ചിട്ട്, അരി വറുത്ത് പൊടിച്ചിട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ സാധനം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ, ഞാൻ അവിടെ പോയതൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. ഈ ഒരു കറി കണ്ടപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് മാത്രം ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇല്ലാത്തവർ ഇതൊന്ന് മസ്റ്റായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. ഇതിങ്ങനെ ഈമ്പി കഴിക്കാനാണ് കേട്ടോ. അവരുടെ വീട്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണിത്. അപ്പം